ഇന്ന് രണ്ടുപേരാണ് നമ്മുടെ അതിഥികൾ. ഒന്ന് ജയരാജ് വാര്യർ, രണ്ടാമത്തെ ആള് അദ്ദേഹത്തിൻ്റെ മകളും പ്രശസ്ത ഗായിക ഇന്ദു വാര്യർ. രണ്ടുപേർക്കും നമസ്കാരം. 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 അതെ, സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ. ഇന്ദുലേഖ അല്ലേ? ഇന്ദുലേഖ വാര്യർ എന്നും കൂടിയും പറയാം. നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു പാട്ട് ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങുക എന്ന് പറയുന്നത്. അതുപോലെ ഈശ്വര പ്രാർത്ഥനയുടെ യോഗം ആരംഭിക്കുക. അതുപോലെ ഇന്ദുലേഖയുടെ 2 വരിയിലൂടെ നമുക്ക് ഈ അഭിമുഖമൊന്നും പറയുന്നില്ല, ഈ സംസാരം. അതെ 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 അല്ലേ? ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, കഞ്ചബാണ ദൂതിയായി നിന്നരികിലെത്തി, ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി, ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ONV സാറിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നു അല്ലേ? ONV സാറിന് ഓർമ്മ വരുന്നു, ഭരതേട്ടൻ ഓർമ്മ വരുന്നു, ആ രംഗങ്ങളെല്ലാം ഓർമ്മ വരുന്നു, വൈശാലി ഓർമ്മ വരുന്നു, MT സാറിന്റെ രചന ഓർമ്മ വരുന്നു, ബോംബെ രവിയുടെ സംഗീതം ഓർമ്മ വരുന്നു, നാഷണൽ അവാർഡുകൾ ഓർമ്മ വരുന്നു. അതെ അതെ, ഇന്ദുലേഖ ഓർമ്മ വരുന്നു. ഇന്ദുലേഖ ഇന്ദുലേഖ എനിക്ക് തോന്നുന്നു ഇന്ദുലേഖയുടെ പേര് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇന്ദുലേഖയുടെ പേര് കണ്ടുപിടിച്ചത് ആദ്യം ചന്തുമേനോനാണ്. അതെ, കൊയ്യാരത്ത് ചന്തുമേനോൻ. ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യത്തെ നോവലിന്റെ എഴുത്തുകാരൻ. അതൊരു ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇന്ദുലേഖ നോവൽ സാഹിത്യത്തിൽ. കാരണം സ്വന്തം ഭർത്താവാകാൻ പോകുന്ന മാധവനെ നോക്കി മാധവൻ ഒരു ശപ്പനാണല്ലോ എന്ന് പറഞ്ഞ ആളാണ്. സ്നേഹക്കുറവുകൊണ്ടല്ല, മാധവന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ പറഞ്ഞതാണ്. മാധവനും ഇന്ദിരയും വിവാഹം കഴിച്ച് മദ്രാസിൽ പോയി സുഖസുന്ദരമായി ജീവിച്ചു എന്നിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ KP കുമാരേട്ടൻ്റെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കുമാരൻ സാറിൻ്റെ, അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടി ഒരു കഥാപാത്രങ്ങൾ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ രംഗത്തെ മികച്ച കൃതികളെ വെച്ചുകൊണ്ടൊരു 10-15 എപ്പിസോഡുകൾ. അതിൽ ആദ്യത്തേത് ഇന്ദുലേഖയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ദുലേഖ, സൂര്യ നമ്പൂരിപ്പാട്, മാധവൻ, കാമുകൻ, അങ്ങനെ കഥാപാത്രങ്ങളെ തേടി മാധവനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു ദിവസം നടൻ VK ശ്രീരാമേട്ടൻ കുമാരേട്ടനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരിക. ശ്രീരാമേട്ടൻ പറഞ്ഞു, നിനക്കൊരു റോള് വന്നിട്ടുണ്ട്, അറിയില്ലേ? ഞാൻ പറഞ്ഞു, KP കുമാരേട്ടനെ എങ്ങനെ അറിയാതിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ സംവിധായകനാണല്ലോ. അതിഥി, കാട്ടിലെ പാട്ട്, പിന്നെ രുക്മിണി, ഗംഭീര സിനിമകളല്ലേ. അപ്പോൾ കുമാരേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് ഷൂട്ടിങ്ങിന് ഞാൻ പോകുന്നു. അവിടെ വെച്ച് ആണ് നമ്മുടെ ക്യാരക്ടർ എപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ദുലേഖയായിട്ട് നിൽക്കുന്നത് ആശാലത എന്ന് പറഞ്ഞ പെരുമ്പാവൂരുള്ളൊരു കുട്ടിയാണല്ലോ, ഇപ്പോഴത്തെ വലിയ താരം ആശാ ശരത്താണ്. അങ്ങനെ ഞാൻ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ ജനിച്ചു. 2 മാസം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, നല്ല പേര് തന്നെ കിട്ടിയിട്ട് ഇന്ദുലേഖ, ആ പേരിടാം. എല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇന്ദുലേഖ കിട്ടിയത്. പിറവി. അതെ അതെ, പക്ഷേ പേരിന്റെ പിറവി. ആ പേരിഷ്ടാണോ? പിന്നെ മോളുടെ ഈ പാട്ട് നന്നായിട്ട് പാടും, ഗംഭീരമായിട്ട് പാടുന്ന ആളാണ്. അതിനകത്തൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ പാടാണ് അവൻ്റെ വഴിയും തിരിച്ചറിഞ്ഞപ്പോഴാണ്? കൊച്ചു ചെറുപ്പത്തിലെ മോള് പാടുമായിരുന്നു. ഇവിടെ സാധാരണ എൻ്റെ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും പാട്ടുണ്ടാവും. അന്ന് ടൈപ്പ് റെക്കോർഡറായിരുന്നു. ടൈപ്പ് റെക്കോർഡിൽ ഞാനിങ്ങനെ പാട്ട് വെച്ച് കേട്ടിരിക്കും. അപ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ വയലാർ രാമോർമ്മ, ദേവരാജൻ മാസ്റ്റർ കോമ്പിനേഷനിലെ പാട്ടുകൾ, ഭാസ്കരൻ മാസ്റ്ററുടെ, ബാബുക്കയുടെ, രാഘവ മാസ്റ്ററുടെ, അർജുനൻ മാസ്റ്ററുടെ, തമ്പി സാറിൻ്റെ, അത്തരത്തിലുള്ള പാട്ടുകളാണ് നമ്മുടെ ഒരു ഇഷ്ടഗാനങ്ങൾ. അതോടൊപ്പം തന്നെ ഓഫ് കോഴ്സ് ജോൺ സേട്ടൻ്റെയും രവീന്ദ്രൻ മാസ്റ്ററുടെയൊക്കെ പാട്ടുകളുണ്ട്. അപ്പം ഞാൻ ഈ പാട്ട് വെച്ചിരിക്കുന്നതൊക്കെ അവൾ കേൾക്കും. അവളത് അങ്ങനെ തന്നെ ബൈഹാർട്ട് പിടിക്കും. അപ്പം അങ്ങനെ ഞാൻ നടത്തുന്ന ചില പരിപാടികളിൽ ഇവളിങ്ങനെ കുറേശ്ശെ പാടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ വീട്ടിലെ നിരന്തരം സന്ദർശകരിൽ ജയചന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെ പലരും വരുമായിരുന്നു. അങ്ങനെ അവളെ ഞാനല്ല കേട്ടോ, ഇത് അവളെ പാട്ട് പഠിപ്പിക്കാനൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയാണ് അവളെ പാട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത്. കർണാട്ടിക് ആണ്, ക്ലാസിക്കൽ പഠിക്കണം എന്നുള്ളത് അമ്മയുടെ നിർബന്ധം. അങ്ങനെ അവള് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പാട്ടിന്റെ വഴിയിൽ ഇങ്ങനെ വരുന്നു. അവള് സ്കൂൾ ലെവലിൽ പാടുന്നു,
യൂണിവേഴ്സിറ്റി ലെവലിൽ കഥകളി സംഗീതം പാടുന്നു. കഥാലി സംഗീതം പഠിച്ചില്ലല്ലോ? കഥകളി സംഗീതം അത് പിന്നെ അതിന് വേണ്ടി പഠിച്ചതല്ലേ സ്കൂളിൽ? അല്ല, ഞാൻ കോളേജ് സമയത്ത് പഠിച്ചതാണ്. അപ്പൊ കോമ്പറ്റീഷൻ വന്നപ്പോ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ട് പഠിച്ചതാണ്. ഇങ്ങനൊരു അച്ഛനെയും അമ്മയും കിട്ടാൻ ഭാഗ്യം സിദ്ധിക്കണമെന്നൊക്കെ ചില നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരു അച്ഛനും അമ്മയാണോ? പിന്നെ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ അടിയുണ്ടാക്കാനാ? സത്യം പറയും. സത്യമേ പറയാവൂ. അതെ, ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ തന്നെ അവര് കളത്രേ പറയുള്ളൂ. അല്ല, അപ്പൊ ഭയങ്കര വിവാദമാണല്ലോ. അതൊക്കെ ചോദിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഞാനൊരു അമ്മയാണ്. അപ്പൊ എന്റെ മോനോട് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല. ഓരോ തരത്തിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അച്ഛനും അമ്മയും. അച്ഛൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അച്ഛൻ വെച്ച പാട്ടുകൾ വഴി, അച്ഛൻ്റെ ഭാഷ വഴി, അച്ഛൻ എന്നെ പഠിപ്പിച്ച മലയാളം വഴി, പിന്നെ അച്ഛൻ തന്ന പെർഫോമൻസ് സ്റ്റേജസ് വഴി, അച്ഛൻ്റെ കരുതൽ വഴി, അങ്ങനെയൊക്കെയാണ് അച്ഛൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അമ്മയാണെങ്കിൽ മറ്റൊരു സൈഡ്. അമ്മയാണ് എൻ്റെ എല്ലാ ഉഷ ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മോനെ ടേക്ക് കെയർ ചെയ്യുന്നത് വരെ അമ്മയാണ് എൻ്റെ ബാക്കി എല്ലാ കാര്യം നോക്കണേ. പ്ലസ് കർണാട്ടിക്കും എല്ലാം പഠിക്കാൻ എന്നെ അയച്ചതും അമ്മയാണ്. അപ്പം എങ്ങനെ ഈക്വൽ ഇൻഫ്ലുവൻസ് ആണ് അച്ഛനും അമ്മയ്ക്കും. രണ്ടുപേരെയും തുല്യം 50-50. അപ്പൊ അച്ഛനില്ലാത്ത സമയത്ത് ഞാൻ ചോദിച്ചോളാം. അപ്പൊ എന്തോ അപ്പൊ വേറെ പറയും. അല്ല, ഈ പറഞ്ഞ പോലെ അന്ന് ഈ അച്ഛന്റെ കൂടെയുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം എന്തു ഒരു നിഴലായിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ഒരുപാട് കോമഡി കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അന്നത്തെ ആ അനുഭവങ്ങളൊക്കെ? ഒരു പ്രായം വരെ സത്യം പറഞ്ഞാൽ അത് അച്ഛൻ പറയും ഒരു അനുഭവം ഉണ്ട്. അച്ഛന്റെ പ്രോഗ്രാം കാണാൻ പോയി. മറ്റേ ആലുവയിലെ TCCയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഗംഭീര ഡാൻസ് പ്രോഗ്രാം നടക്കുക. ഞാനാണ് ഗസ്റ്റ് പെർഫോമൻസ് എൻ്റെ. അതായത് ആ കുട്ടികളുടെ പരിപാടികൾക്ക് ആള് ഇരിക്കുന്നത് നമ്മുടെ പരിപാടി കാണാനുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ലാസ്റ്റ് പ്രോഗ്രാം നമ്മുടെയാണ്. അപ്പൊ നല്ല ഡാൻസ്, അടിപൊളി ഡാൻസ്, ചെറിയ ചേട്ടന്മാര് ബ്രേക്ക് ഡാൻസ്, മറ്റത് കുട്ടികള് ആ പെർഫോമൻസ് ഉണ്ടല്ലോ ചടുലമായത്. ഇവള് വളരെ ഇൻട്രസ്റ്റോട് കൂടി അതിങ്ങനെ കണ്ട് കൈയടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങള് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരനുസരിച്ച് ഞാൻ കയറിയപ്പോൾ ഇവള് നേരെ ഓഡിയൻസിനെ തിരിഞ്ഞു നിന്നു. അതായത് അവിടെ ഞാനാണ് നിൽക്കുന്നത്, ഇവള് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ദേഷ്യം മൊത്തം. നവരസങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ ഭാവപ്രകടനങ്ങളും. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇങ്ങോട്ട് തിരിഞ്ഞു അച്ഛൻ്റെ. ആ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നല്ല പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെർഫോമറല്ല, ഞാൻ അച്ഛനാണ്. അവൾ അച്ഛനെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ശരിക്കും താങ്കളുടെ ആദ്യത്തെ വിമർശക നിരൂപക. ഇടയ്ക്ക് പണ്ട് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ എന്നോട്, ഇത് നിർത്താറായില്ല. അല്ല, ശരിയാണ്. അങ്ങനെ ഇല്ല. പിന്നെ ഒരു പ്രായം അല്ലല്ല അങ്ങനെയല്ല, ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ എങ്ങനെയാണ് ഇത്രയും എനർജി പെർഫോം ചെയ്യണേ, 1.5-2 മണിക്കൂർ എങ്ങനെയാണ് ആൾക്കാരെ പിടിച്ചിരുത്തണേ, എങ്ങനെയാ എനർജി നമുക്ക് കിട്ടണേ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സംസാരിക്കാൻ പറ്റണേന്നൊക്കെ, പിന്നെ കോമഡിയൊക്കെ ആസ്വദിക്കാനുള്ള ഒരു പ്രായമായപ്പോഴാണ് ഞാൻ അത്രയ്ക്കൊക്കെ റിയലൈസ് ചെയ്തത്. അതുവരെ എനിക്ക് ഡാൻസും പാട്ടൊക്കെ ആണല്ലോ നമ്മള് കുട്ടികളുടെ. ഞാൻ ഇത് എനിക്ക് 4 വയസ്സൊക്കെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് അതിപ്പോഴും ആ ഡാൻസും. അച്ഛൻ്റെ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ഈ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോഴേക്കും അവള് വലുതായി. അപ്പം പിന്നെ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. പിന്നെ ഞാനൊരു 11th ആ സമയമൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേജിലൊക്കെ അച്ഛൻ്റെ കൂടെ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, അച്ഛന്റെ പ്രോഗ്രാമുകളിൽ. പക്ഷെ പാട്ടുകാരിയേക്കാൾ ആദ്യം ഞങ്ങള് സിനിമയിൽ കാണുന്നത് ഒരു അഭിനേത്രിയായിട്ടാണ്. ജയരാജിന്റെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കരിക്കിൻ വെള്ളം. അതെങ്ങനെയാണ് അതിലേക്കൊരു വേഷം വന്നത്? അതും ഇതേ സമയമാണ്, ഈ ഒരു 11th പഠിക്കുന്ന സമയത്താ. എനിക്കിഷ്ടായിരുന്നു, എനിക്ക് ആക്ടിങ് ഒക്കെ അന്ന് ചെറുപ്പത്തിലേ ഇഷ്ടമാണ്. സിംഗിങ്ങിനേക്കാളും എനിക്ക് അതായിരുന്നു ഇഷ്ടം. അപ്പോൾ പക്ഷെ പിന്നെ ആക്ടിങ്ങിനൊന്നും ചൂസ് ചെയ്തില്ല. അപ്പോൾ 11th പഠിക്കുന്ന സമയത്ത് ഈ ഒരു മൂവിയുടെ ഷൂട്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ജയരാജ് സാർ ചോദിച്ചു, ഇങ്ങനെ മുടിയൊന്നും സ്ട്രെയിറ്റൻ ചെയ്യാത്തൊരു ചെറിയ പെൺകുട്ടി വേണം. അന്ന് ഈ സ്ട്രെയിറ്റനിങ് ഒക്കെ ഭയങ്കര ട്രെൻഡായി ഉള്ള സമയമാണ്. അപ്പം മുടിയൊന്നും സ്ട്രെയിറ്റൻ ചെയ്യാത്ത നല്ല മുടിയുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു പാട്ടിൽ അഭിനയിക്കാൻ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പാട്ടൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഒരു പാട്ട് സീനിൽ വരുന്ന ഒരു മറ്റേ നമ്മുടെ ശശികുമാർ സാറിന്റെ, നമ്മുടെ ഏഷ്യാനെറ്റ് ശശികുമാർ സാറ്, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മയിലുള്ള അദ്ദേഹത്തിന്റെ പ്രണയം ഓർമ്മ വരുന്നതാണ്, ഒരു കൗമാരം. അപ്പൊ
അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള പെൺകുട്ടികളെ നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു മോളെ ഒന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കുട്ടിയുടെ അമ്മയാണ് ഇത് തീരുമാനിക്കേണ്ടത്. അങ്ങനെ റെഡി എന്ന് പറഞ്ഞു. പാട്ട് ഏതാണെന്നറിയാമോ ആ പാട്ട്? കല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസേട്ടന്റെ പാട്ട്? 60-കളില് ആണ് ഈ പാട്ട് ഇറങ്ങുന്നത്. ഭാസ്കരൻ മാഷ്, ജോബ് മാഷ് അതിനെ ഡിജിബാൽ സാർ അതിനെ വിജയ് യേശുദാസ് പാടി. ആ ഗാനരംഗത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് സിനിമ ഈ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞത്? പിന്നെ അല്ല, അത് ഞാനാണ് പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര് അഭിനയ രംഗത്തേക്ക് പോയാൽ ഇപ്പൊ അഭിനയിക്കാൻ കുഴപ്പമില്ല. കാരണം അന്ന് പക്ഷെ ഇപ്പൊ താല്പര്യമുണ്ടോ ചോദിക്കും? ഇപ്പൊ ഇല്ല. അതാണ്. അല്ല, ഇപ്പോഴും പറയാൻ ഇപ്പൊ ഞാൻ മ്യൂസിക്കിൽ നിന്നോണ്ടുള്ള പരിപാടികളാണ്. കവിതയായിട്ട് പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോ അത് സംഭവിച്ചേക്കാം. അഭിനയിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? ഇതിലേക്ക് നയം വെളിപ്പെടുത്തും. അതിങ്ങനെ നമ്മള് വെറുതെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ചോദ്യം താല്പര്യമില്ല. പാട്ടിലുള്ള പരിപാടികളാണ് ഇപ്പൊ. പാട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ഞാൻ എല്ലാ ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്തോണ്ട്. അപ്പോത്തിക്കരിയിലെ പാട്ടാണ് ആദ്യം, രാംദാസിന്റെ പടം അല്ലേ? ഇവിടുത്തെ തൃശ്ശൂരുകാരനാണ്. ആ പാട്ടിന്റെ വഴിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആ പാട്ട്? രാംദാസ് ആയിട്ടുള്ള ഒരു സൗഹൃദം തന്നെ. രാംദാസ് നമ്മുടെ ഒരു പയ്യനാണ്. മീൻസ് രാംദാസ് ഈ മറ്റേ ട്രിവാൻഡ്രത്ത് പഠിച്ചിറങ്ങിയിട്ട് രാംദാസിനെ എങ്ങനെയൊക്കെ പരിചയപ്പെടുകയാണ്. രാംദാസ് നമ്മുടെ വീട്ടിലൊരു അംഗം പോലെയായിരുന്നു. പിന്നെ രാംദാസിന്റെ ഒരു റിലേറ്റീവാണ് എൻ്റെ ഒരു സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എന്ന് പറയും. എൻ്റെ കൂടെ എപ്പോഴും കാണാം. പിഷാരടി, എല്ലാവരും പിഷാരടിനെ വിളിക്കുക. പിഷാരടിയാണ് രാംദാസിനോട് പറയുന്നത് നമുക്ക് ഇന്ദുവിനെ കൊണ്ട് പഠിച്ചിട്ട് ഒരു പാട്ട്. അപ്പോഴാണ് രാംദാസ് പറഞ്ഞത് ഇന്ന് ഇന്ദുവിനെ വിളിക്കാം. വയലാർ ശരത്തിന്റെ പാട്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിലാണ് ആ പാട്ട്. അതിപ്പോ നമ്മുടെ MP-യുടെ പാട്ടാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ. ഈറൻ കണ്ണിനോ ദേവരൂപം നീറും നെഞ്ചിനോ ശാന്തി മന്ത്രം ഉയിരിനോ കാവൽ ധമനിലെ ഉലകിനോ ശ്വാസം ധമനിയെ നോവും കാലമിന്നും സ്വന്തമാകും നിൻ സാന്ത്വനം. അതെ, എന്താ പാട്ട്? ഉഗ്രം പാട്ടാണ്. ഉഗ്രം പാട്ടാണ്. അതിനകത്ത് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗമാണ് സെൻസ് ചെയ്ത് വരുന്ന ഒരു ടൈലന്റിലാണ് അത് വരുന്നത്. ഗംഭീര. പക്ഷേ ഇത് ഇന്നത്തെ പ്രേക്ഷകർ എത്ര പേര് എനിക്കറിയില്ല, എത്ര പേര് ഈ പാട്ട് ഇതിലേക്കാണ് പാടിയെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഇതിലെ ഇപ്പം ആളുകൾ അറിയുന്നത് ആ ആനപ്പാട്ടിലാണ്. അയ്യോ, അത് മലയാളിയൊന്നും അല്ല, അതിങ്ങനെ അതിനൊരു ഒരു പിന്നെ ദേശങ്ങളൊക്കെ വിട്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മില്യൺ പോയത് ഇപ്പോ? ആ പാട്ടൊന്ന് എന്തായിരുന്നു ആ പാട്ട് പാടാൻ? ശരിക്കും അത് അതിനുവേണ്ടി ഇത് വേണം എടുക്കണം എന്നൊക്കെ പറഞ്ഞ ചെയ്ത അല്ലല്ല. ഇത് ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ കവിതയാണത്. ദേശത്തിന്റെ. അതെ, അത് ആക്ച്വലി ഒരു ഞാൻ വ്ളോഗൊക്കെ ചെയ്യും. അപ്പോ ഒരു മോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഐറ്റം. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവന് കൊടുക്കണതും കൂടി ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് ഒരു വീഡിയോ എടുത്തതാണ്. അവന് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കൊടുക്കാറ്, പാട്ടോ കഥയോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ആ വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്ത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടു യൂട്യൂബിൽ. പക്ഷെ അന്ന് ആരും കണ്ടിരുന്നില്ല. അവനന്ന് 1.5 വയസ്സ്, ഒരു കൊല്ലം മുമ്പാ. അത് കഴിഞ്ഞ് NK ദേശം സാർ മരിച്ച സമയത്ത് അച്ഛനോട് പറഞ്ഞു ആ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചതാ, ഞാൻ ഫേസ്ബുക്കിൽ ഇടാം, ഒരു പ്രണാമം അർപ്പിക്കാൻ വേണ്ടി. അതെ, ഫെബ്രുവരി മാർച്ച് ആ സമയത്ത്. അപ്പൊ ഞാന് സാധാരണ അച്ഛൻ പറഞ്ഞ പലതും ഞാൻ ചെയ്യാറില്ല, ഉഴപ്പിവിടാറുണ്ട്. പക്ഷെ അന്ന് എന്തോ എനിക്ക് തോന്നിയത് അയച്ചു കൊടുക്കാതെ അവ ഡൗൺലോഡ് ചെയ്തു. ഞാൻ ട്രാവൽ ചെയ്യുന്നു കൊച്ചിയിലേക്ക്.
രാവിലെ പേടിച്ചിട്ട് വേഗം അയച്ചു കൊടുത്തതാ, കുറച്ച് ഞാൻ വിളി വരും എന്താ അയക്കാത്ത ചോദിച്ചിട്ട്. അപ്പൊ വേഗം ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അച്ഛൻ അപ്പൊ തന്നെ അത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ. അത് കഴിഞ്ഞ് അത് കുറച്ച് പേര് കണ്ടു. അത് കഴിഞ്ഞ് മറ്റു പലരും അത് എടുത്ത് അപ്ലോഡ് ചെയ്ത് പിന്നെ അത് വാട്സാപ്പില് വലിയ എന്താ ക്യാപ്ഷനൊക്കെ ആയിട്ട് വിട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഓ ഇതിന് ഇത്രയൊക്കെ വലിയ തലങ്ങളുണ്ടല്ലേ വെച്ചാ മൊബൈല് നോക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ഒരമ്മന്നൊക്കെ പറഞ്ഞാണ് ഇട്ടത്. അതെ, അമ്മ പറഞ്ഞു എങ്ങനെയാണ് കുട്ടികളെ വലിയ ചർച്ചയായി. അത് നമ്മളൊരു ചെറിയൊരു പാട്ട് കൊണ്ട് ലോകം മുഴുവനും, മാത്രമല്ല അത് ആനയുമാണ് പാട്ട്. അതെ അതെ അതെ. അതെ, ആ ഒരു കവിതയുടെ ഒരു മ്യൂസിക്കൽ സാരംഗ് അഭിനയിക്കുന്നുണ്ടാക്കും പറയുമ്പോ അയാള് അത് അച്ഛൻ തന്നെ പാടി അവന് ഇഷ്ടമായത്. ഞാൻ എന്താ വെച്ചാല് ഈ എനിക്കറിയാവുന്ന കവിതകളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് അവനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ പാടും. ആദ്യം ഈ പാട്ട് ചേട്ടനൊന്ന് പാടും, എന്നിട്ട് ഞാൻ ഒരുപാട് പാടിയതാ. അല്ല, ഇത് രണ്ടിന്റെ വ്യത്യാസമുണ്ട്. അതെ അതെ, അവള് സംഗീതത്തോടു കൂടിയ പാടും. ഞാനൊരു പെർഫോമർ ആയതുകൊണ്ട് ഞാൻ പാടുമ്പോ ഒരു പെർഫോമർ അതൊന്ന് ഓഡിയൻസിലേക്ക് ഏറ്റവും പുറകിലുള്ള പ്രേക്ഷകനെ കേൾക്കാൻ വേണ്ടിയാണല്ലോ. ഞാൻ പാടുമ്പോ അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേൻ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പം എനിക്കുണ്ടേ. ഞാൻ ആക്ട് ചെയ്തപ്പോഴേക്ക് പാട്. പക്ഷെ ഇവള് പാടുമ്പോ അങ്ങനെയല്ല. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അല്ല, അത് പാടാ. അത് ശരിക്കും ഈ പാട്ടിന്റെ ഇപ്പൊ പ്രേക്ഷകര് എത്ര പേർക്ക് അത് ഇന്ദുലേഖയാണോന്നും ഇത് ആരാന്നൊന്നും അറിയത്തില്ലല്ലോ, പലർക്കും അറിയില്ല. പക്ഷെ ഇപ്പം ഇനി എന്തിലേഖ അറിയാൻ പോകണം, അറിയുന്നവരെ ഉണ്ടെന്ന്. പക്ഷെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോകളൊന്നാണ്. അതെ അതെ. അല്ല എന്താ വെച്ചാൽ നമ്മളൊക്കെ പാടുമ്പോൾ നമ്മൾ പെർഫോമർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ പെർഫോമറുടെ ലെവലിൽ നിന്നുണ്ടേ പാടാൻ പറ്റുള്ളൂ. എന്താ പറയാ, വാക്കുകളെ ഞാൻ പെർഫോമൻസ് ആക്കണം. ഇവരങ്ങനെയല്ല പാട്ടുകാര് വാക്കുകളെ മ്യൂസിക്കലാക്കണം. അപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് വരുന്നത്. ഞാൻ അച്ഛനെ കേട്ടിട്ട് തന്നെയാ പഠിച്ചിരിക്കണേ. പക്ഷെ നമ്മള് പാടുമ്പോ അങ്ങനെ. അതെ, അപ്പൊ മോനെ കാണിച്ചു കൊടുത്ത ബാബയെ കാണിച്ചു കൊടുക്കുന്ന അച്ഛൻ തന്നെ ആദ്യം. അതെ അതെ അതെ, അച്ഛൻ ആനയായി നിന്നിട്ടൊക്കെ. ഞാൻ ആനയായിട്ട് നിന്നിട്ടാണ് ഇത് ചെയ്യാൻ. എന്നിട്ട് ആന അങ്ങനെ കഴിക്കുന്നതും അപ്പൊ അവങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവൻ പറയണ്ട് പറയണ്ട മുത്തച്ഛനാ പറയണേ. അപ്പൊ അച്ഛന് അത് ചെയ്യണതാണ്. ഇപ്പോഴും അവനെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ആനക്കഥകളാ പറയാ. അപ്പൊ അവനോട് നമുക്ക് എന്നാൽ ഭക്ഷണം കഴിക്കാം, ആന മാമുണ്ണോ. അപ്പൊ എല്ലാം അവനെ ആനയായിട്ട് കണക്ട് ചെയ്യുന്നത്. തൃശ്ശൂർക്കാരനല്ലേ, ആനയില്ലാതെ എന്ത് തൃശ്ശൂർക്കാരൻ. വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ആന ഇരിപ്പുണ്ട്. അത് എപ്പോഴും ഇവിടെ ഉണ്ട് ആന. ആനയില്ലാതെ നമുക്കൊരു ജീവിതം. ആ വരിയുടെ രണ്ടാമത്തെ വരി കൂടെ പാടാം. അടുത്ത വരി. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പേക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ, കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ. ഒരു ആന എന്ന് പറയുന്ന ഒരു നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയെ കോലവും കൊടയും ചമയങ്ങളും ഇല്ലാതെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ എന്തൊക്കെ എല്ലാം കിട്ടും. ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയും, കിട്ടും. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എന്തായാലും ഈ പരിപാടി ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം അർപ്പിക്കേണ്ട പ്രണാമം എന്റെ ദേശം സാറിനാണ്. അതെ അതെ. ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഫേസ്ബുക്കിലൊക്കെ ഓരോ വീഡിയോ അയച്ചു തരും. മോൻ ഈ വീഡിയോ കണ്ടിട്ട്
പഠിച്ചു. എന്നിട്ട് അവര് വീഡിയോ അയച്ചു തരും കുട്ടികളുടെ. ഒരു കുട്ടിയുടെ അയച്ചു, ഇത് കേട്ടാ ഫസ്റ്റ് ലൈൻ കേട്ടാൽ തന്നെ കുഞ്ഞിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അവര് പാടി തുടങ്ങും. അങ്ങനെ പിന്നെ ഒരു കുട്ടി ഫുള്ളായി ഒന്നല്ല ഒരുപാട് പേര് അത് എന്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ബ്രേക്കാണ്. അതിനുശേഷം ശരിക്കും ഒരു ബ്രേക്ക് വീണ്ടും കിട്ടിയ ഒരു ഇതാണ്. മാത്രമല്ല ഈ ഭക്ഷണം കൊടുക്കാൻ സമയത്ത് ഫോൺ കാണിക്കാതിരിക്കുക, TV കാണിക്കാതിരിക്കുക, അങ്ങനെയുള്ള എന്തൊക്കെയോ മെസ്സേജുകൾ ആളുകൾ ഇതിൽ നിന്ന്. അതെ, നമ്മള് അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒന്നും ആലോചിച്ചിട്ടല്ലല്ലോ. അത് ഉറക്കാൻ വേണ്ടിട്ട് പാടാറുണ്ടോ? ഉറക്കാൻ മറ്റേ നമ്മള് എൻ കുഞ്ഞുറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുറങ്ങാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അല്ലല്ല, അത് ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഗൗതം വിൻസെന്റ് എന്ന് പറഞ്ഞ ഗൗതമത്തിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ഗൗതം തന്നെ മ്യൂസിക് ചെയ്തു. ഗൗതമിന്റെ അമ്മ ജോസിമ എന്ന് പറഞ്ഞ ആന്റി എഴുതി, ഞാൻ പാടി. പിന്നെ വിഷ്വലിലും ഞാനും മോനും കൂടി. അവനൊരു 5 months ചോറൂണൊക്കെ കഴിഞ്ഞ് ആ സമയത്തായിരുന്നു ആ പാട്ട്. അത് അവന് വേണ്ടി അവന് വേണ്ടി ഒരു പാട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതില് ഒരു ഭാഗ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ കുഞ്ഞിന് അല്ലേ ഉറക്കാൻ വേണ്ടിട്ട് അമ്മ പാട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അമ്മ പാട്ടുണ്ടാക്കുന്നു. അത് മാത്രമല്ല അവൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് അവന് അക്ഷരങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ. പിന്നെ മാത്രമല്ല അവന് ഈ നമ്മുടെ ആദ്യകാല സിനിമാ ഗാനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പാടിക്കൊടുത്തിട്ട് കംപ്ലീറ്റ് ബൈഹാർട്ടായിരിക്കുന്നു. ശരിക്കും ഉണ്ടല്ലോ എനിക്ക് തോന്നിയത് ഈ വൊക്കാബുലറി ഏറ്റവും കൂടുതൽ കിട്ടാൻ, മലയാളം വൊക്കാബുലറി കിട്ടാൻ പഴയ പാട്ടുകൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ അങ്ങനെയാണ്, ഞാൻ എഴുതുന്നതും എല്ലാം എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണ അച്ഛൻ വെച്ചിട്ടുള്ള പാട്ടുകളാ ചെറുപ്പത്തിൽ. അതല്ല ഈ ദാസേട്ടന്റെയും ജയൻ ചേട്ടന്റെയും അതുപോലെ സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെയും ഒക്കെ പാട്ടുകളാണല്ലോ നമ്മൾ കേൾക്കുക. ഇവിടെ പാട്ട് വെക്കുകയാണ്. അപ്പൊ ഈ പാട്ട് കേട്ട് 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 മോനും പാട്ടുകള് കേക്കും വൊക്കാബുലറി, അതായത് ഞാൻ പറയാം, ഞാൻ പല സ്കൂളുകളിലും കോളേജിലും പോകുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കൂ, നിങ്ങൾക്ക് സാഹിത്യം തന്നെ താനെ പതിയും, മനസ്സിൽ പതിയും. ഉറക്കുപാട്ടും കൂടെ പാടാം. അവനെ ഉറക്കാൻ കുറെ പാട്ടുകൾ പാടാറുണ്ട്. എൻ കുഞ്ഞുറങ്ങുകൻ പൊൻ കുഞ്ഞുറങ്ങിടൂ, എൻ കുഞ്ഞുറങ്ങുകൻ തങ്കം ഉറങ്ങിടൂ, ചാഞ്ചക്കം ചാഞ്ചാടി കൊഞ്ചി കുഴഞ്ഞാടി തൂമലർ തൊട്ടിലിൽ പാട്ടു കേട്ടങ്ങനെ, ചാഞ്ചക്കം ചാഞ്ചാടി കൊഞ്ചി കുഴഞ്ഞാടി തൂമലർ തൊട്ടിലിൽ പാട്ടു കേട്ടങ്ങനെ, എൻ കുഞ്ഞുറങ്ങുകൻ പൊൻ കുഞ്ഞുറങ്ങിടൂ, എൻ കുഞ്ഞുറങ്ങുകൻ തങ്കം ഉറങ്ങിടൂ. അച്ഛൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പകുതി ഉറക്കത്തിലായി. കാരണം നമ്മള് ഇത് കേൾക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ട എൻ കുഞ്ഞൂറങ്ങിക്കൊൾകൻ കുഞ്ഞൂറങ്ങിക്കൊൾകൻ കുഞ്ഞൂറങ്ങിക്കൊൾകന്റെ തങ്കം ആളെയുണ്ട്. അങ്ങനെ അതാണല്ലോ നമ്മുടെ ഒരു, എന്താണ് നമ്മുടെ ട്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജും നമ്മുടെ മ്യൂസിക്കും. അതിനൊക്കെ വലിയ നിധികളൊന്നുമില്ല, ഇനിയും കുഴിച്ചു നോക്കാനുണ്ട് ധാരാളം. കിട്ടിയ ഇതിലേക്ക് ഇത്രയും നന്നായിട്ടും പാടിയിട്ട് ഒരുപാട് അവസരങ്ങൾ, ഇപ്പം വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ പാടി, ശരത്തിന്റെ പാടി അല്ലേ ആ പാട്ട്, ശരത്തിന്റെ ഓട്ടർഷ എന്ന് പറഞ്ഞിട്ട് സുജിത് വാസുദേവൻ സംവിധാനം പുതുച്ചെമ്പ. പക്ഷെ കൂടുതൽ അവസരങ്ങളൊന്നും വരുന്നില്ല എന്നൊരു ചെറിയ പരാതി ഉണ്ടല്ലേ? അങ്ങനെ പരാതിപ്പെടേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റേതായിട്ടുള്ള ഒരു ട്രാക്കിലാണ് ഞാൻ. ഞാൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് കമ്പോസറുമായി അല്ലേ? ആദ്യം എടുത്ത് ഗാനരചന, സംഗീത സംവിധാനം, പിന്നെ ഗായിക. ആ ദുനിയാവിന്റെ ഒരറ്റത്തേക്ക് പിന്നെ അറിയാമായിരുന്നു അവരെയൊക്കെ? അത് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത ഒരു പാട്ടാണത്. പാട്ട് പെട്ടിക്കാരാന്ന് പറഞ്ഞ് രാജീവ് അങ്കിളിന്റെ ലിറിക്സിന്. രാജീവ് അങ്കിള് വെറുതെ ഇങ്ങനെ തന്നതാണ്. ഒരു പാട്ടുണ്ട്, അത് നീ എന്താച്ച ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പൊ അതിനെ ഞാൻ മ്യൂസിക് ചെയ്ത് എന്റെ ചാനലിൽ ഇട്ടോളാൻ പറഞ്ഞ് അങ്ങനെ രാജീവ് അങ്കിൾ തന്നതാണ്. അത് പിന്നെ ടോം ചേട്ടൻ കേട്ടിട്ടാണ് അങ്ങനെ ഫിലിമിലേക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞത്.
പിന്നെ ഫിലിം ഒന്നും ആയില്ല, പക്ഷെ പാട്ട് അവിടെ ഉണ്ട്. അത് പാട്ട് റേഡിയോയിലൊക്കെ പാട്ട് റേഡിയോയിൽ എപ്പോഴും FM-ലൊക്കെ വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ് ഞാനൊരു ഒരു കഥ കേട്ടു. മലയാളം റാപ്പ് എഴുതുന്നുണ്ടെന്ന്. അതെ അതെ. എന്താണ് ഇത് സംഭവം? അത് മലയാളം ഒരു ദിവസം റാപ്പ് റാപ്പ് ഇവള് ചെന്നൈയിലായിരുന്നു, വിവാഹം കഴിച്ചിട്ട് ചെന്നൈയിലായിരുന്നു ആദ്യത്തെ 2.5 വർഷം 3 വർഷം. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാട്സാപ്പിൽ ഞാൻ ഒരു സാധനം അയച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കണം. എനിക്ക് അയച്ചിട്ട് പറഞ്ഞു അമ്മയും കൂടി ഇരുന്ന് വായിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ വാട്സാപ്പിൽ എന്താ അയക്കുന്നു, ഇവള് പാട്ടായിരിക്കും. ഇപ്പം നോക്കിയപ്പോൾ ഇവളെ എഴുതി അയച്ചിരിക്കുക, ടൈപ്പ് ചെയ്തിട്ടില്ല. അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി അതൊക്കെ അറിയാലേ. ഉച്ചയും വെളിച്ചവും അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചു വിധിച്ചതല്ലേ എന്ന് ചൊല്ലി കാകനൊച്ച വെച്ച നേരം കാല് രണ്ടും ചക്രമാക്കി സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി. ഇത്രയും അറിയാന്ന് എനിക്കറിയില്ലായിരുന്നു. ആര് പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി, ആര് പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കിട്ടി. ഞാൻ വെച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു രീതിയാണല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ പണ്ട് പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ റിഥം ആൻഡ് പോയം. അതാണ് അമേരിക്കയിലെ ആദിവാസികളുടെ അവരുടെ പ്രതിഷേധമാണ്. അപ്പൊ ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ കവിത ചൊല്ലുമ്പോ പെട്ടികളും ബലപ്പെട്ട കുഞ്ചില കുട്ടകം എന്നിവ കെട്ടിയടിപ്പിച്ചൊട്ട കുഞ്ചില പട്ടിക്കുതിര വട്ടാണികൾ കോമാട്ടികളും ചില ചെട്ടികളും ചില പട്ടന്മാരും കൂട്ടം കൂടി വനത്തിന് പോകാനൊട്ടും താമസമരുതിന് നമ്മുടെ പുഷ്ടശ്രീ പരപൗരുഷവരെ കട്ടുപതിനും സംഗതിയുണ്ട്. ഞാനിതൊക്കെ ചൊല്ലുമ്പോൾ പറയും ഇതാണ് റാപ്പ്, മലയാളത്തിന്റെ റാപ്പ്. അപ്പൊ ഞാൻ വെച്ചു നിനക്ക് ഇവിടുന്ന് കിട്ടി ഈ സാധനം, കൊള്ളാലോ ഇത് നമുക്കിപ്പോ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കാനോ പറഞ്ഞു. അത് ഞാൻ എഴുതിയാന്നില്ല, ഇവിടെ എഴുതിയെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ഇവിടെ കുഞ്ചൻ നമ്പ്യാര് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ മുഴുവൻ കുഞ്ചൻ നമ്പ്യാരും വയലാറും ONV സാറും ആ കുമാരനാശാനും എല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ എഴുതിയതാണത്. എങ്ങനെയാണ് ശരിക്കും ഈ പദസമ്പത്ത് ഉണ്ടാവുക? വൊക്കാബുലറി എനിക്ക് തോന്നുന്നു ഞാൻ കുറെ പാട്ട് കേട്ടിട്ടും വായിക്കുമായിരുന്നു. അച്ഛന്റെ കണ്ണിൽ ഞാനൊരു വായിക്കണ ആളല്ല, പക്ഷെ അച്ഛനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അത്യാവശ്യമൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ പാട്ടുകളൊക്കെ കുഞ്ചൻ നമ്പ്യാര് കുഞ്ചൻ നമ്പ്യാര് ഒന്നും അങ്ങനെ വായിച്ചിട്ടില്ല. ഞാൻ MT സാറിന്റെ വായിക്കായിരുന്നു. പിന്നെ ചെറുപ്പത്തില് പറ്റാവുന്നതൊക്കെ വായിക്കുമായിരുന്നു. ബഷീറിന്റെയും എല്ലാം വായിക്കുമായിരുന്നു. നമ്മളുടെ ഒരു ലെവലിലത് വായിക്കുമായിരുന്നു. അതിൽ നിന്നുണ്ടാവാം മലയാളം പഠിച്ചതുകൊണ്ടായിരിക്കാം 12th വരെ മലയാളം തന്നെ പഠിച്ചത്. പാട്ടുകൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം പിന്നീടൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ വേർഡ്സ് ഒക്കെ ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് ആ പാട്ടിൽ നിന്ന് കിട്ടിയതാണല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. പിന്നെ റാപ്പ് ഞാനൊരു കോൺഷ്യസ് ആയിട്ട് എടുത്ത ഒരു മൂവ്മെന്റ് ആണ്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട്. അതെ, അങ്ങനെ ഒരു ഇപ്പോൾ പ്ലേ ബാക്ക് നമുക്ക് എപ്പോഴും വിശ്വസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ പാടാൻ പുറത്തു വരാതിരിക്കാം. ഹിറ്റായാൽ ഇനിയിപ്പോ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിന്. ഇത് എനിക്ക് അങ്ങനെ പാട്ടുകൾ ഇല്ലല്ലോ ഇപ്പൊ സിനിമയിലൊന്നും, ഉറപ്പിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ. അപ്പം എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിംഗിൾസ് വരണം, എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് എൻ്റെ റാപ്പ് ചെയ്തത്. അത് പക്ഷെ ആദ്യത്തെ റാപ്പ് തന്നെ ഇത്രയും പേര് കേൾക്കുന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ അതിങ്ങനെയോ അത് വർക്ക്ഔട്ടായി. അതിന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും ബാക്കിയുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും അനുഭവങ്ങളാണ് എന്നെ, സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ ഈ റാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ. പെൺ റാപ്പ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ. കൂട്ടിലിട്ടടച്ച ശ്വാനനെ തിരിഞ്ഞു നോക്കി നിന്നു ഞാൻ ഒരൊറ്റ നോട്ടം കണ്ണിലേക്ക്. കണ്ടു ഞാനവന്റെ കണ്ണിനുള്ളിൽ ചുട്ട മൗനം, പണ്ടൊരമ്മയിൽ ഞെരിഞ്ഞ മർന്ന തീവ്ര മൗനം. അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി, ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ലേ എന്നു പ്രാഗി കാകനൊച്ച വെച്ച നേരം കാല് രണ്ടും ചക്രമാക്കി, സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി. തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്നു തുറിച്ചു നോക്കി, പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി, ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി. പിന്നെ ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി, ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി, പെണ്ണു പൊള്ളയെന്നു നാടുറക്കി ഏറ്റുപാടി, പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. പെണ്ണ് നിന്റെ അടിമയല്ല, പെണ്ണിനാരും താങ്ങ വേണ്ട, പെണ്ണ് നിന്നുറഞ്ഞു പാടും, പെണ്ണിനാവ് നീളെ പാടും. പെണ്ണിനോടുള്ള സ്നേഹമുണ്ട്, ഒരു ചെറിയ ആണുങ്ങളോടൊരു അമർഷമുണ്ട് അല്ലേ? ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണത്. അതെനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട്
ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. അല്ല നല്ലതാണ് അത്. അങ്ങനെ അതിനൊരു റിയാക്ഷൻ. ആരാണ് പെൺകുട്ടിയുടെ ഇത് ചുണ്ടിൽ അത് ശ്രദ്ധിച്ചു. ആര് പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി. പെണ്ണാക്കിൽ ഞാണ് വരിഞ്ഞു കെട്ടിയത് ആരാണ്? ശബ്ദിക്കാതിരിക്കാൻ എന്തായിരിക്കും? അതൊരു ചോദ്യമാണ്. ആ ചോദ്യം എല്ലാവരും ഉയർത്തട്ടെ. വീട്ടില് ആനന്ദാണ്. ആനന്ദാണ് റാപ്പ് ചെയ്യാൻ എനിക്ക് ഫസ്റ്റ് പറഞ്ഞത് കുളൂർ സാറാണ്. ആദ്യം പറഞ്ഞത് ജയപ്രകാശ് കുളൂർ സാർ, എന്റെയും ഒരു ഗുരുതുല്യനായ. അദ്ദേഹം ശരിക്കും ഭയങ്കര ഇൻസൈറ്റ് ഉള്ള ഒരാളാണ്. 2015 എനിക്ക് റാപ്പ് ഒന്നും എനിക്ക് ഒരു പിടുത്തമില്ല. കേക്കും എമനമൊക്കെ അന്ന് കേട്ടിരുന്നു, പക്ഷെ മലയാളത്തിലൊന്നും എഴുതാനൊന്നും ഞാൻ അങ്ങനെ ഒരു പ്രാപ്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴേ എന്നോട് റാപ്പ് ചെയ്യാൻ പറയായിരുന്നു. പിന്നെ ആനന്ദ് ഇങ്ങനെ ഒന്ന് ട്രിഗർ ചെയ്തപ്പോഴാണ് ഓക്കെ എഴുതുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ കുറെ കാലമായി കേൾക്കുന്നത് എന്തെങ്കിലും എഴുതണം എന്നുണ്ടായിരുന്നു. ആനന്ദല്ല, ആനന്ദ് ശരിക്കും ആനന്ദാണ് ശരിക്കും. അപ്പൊ ആനന്ദാണ് ഈ റാപ്പർ ശരിക്കും കൊണ്ടുവന്നത്. കേരളത്തിലെ എനിക്ക് ആദ്യത്തെ ലേഡി റാപ്പർ ആയിരിക്കണം അല്ലേ? അല്ല, എനിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ഒന്നല്ല മേ ബി. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ കൊണ്ടുവരാറുണ്ട് പ്രോഗ്രാംസിലേക്ക്. വഴിയിലാണോ ഇപ്പൊ പുതിയ എന്തെങ്കിലും എഴുതി തുടങ്ങിയോ? ഒരെണ്ണം ഓൾറെഡി ഇറങ്ങി, ഫ്രീഡം എന്ന് പറഞ്ഞിട്ട്. അത് അബൌട്ട് എൻ്റെ നല്ല സ്ത്രീകളുടെ, അത് ഞാൻ സ്ത്രീകൾ എന്ന ഓറിയന്റേഷനിലല്ല എഴുതിയത്. എല്ലാവർക്കും സ്വന്തമായി വേഷം ധരിക്കുമ്പോൾ, നമ്മളുടെ ഇഷ്ടത്തിനുള്ള വേഷം ധരിക്കുമ്പോൾ എന്താണ് സൊസൈറ്റി പറയാറുള്ളത് എന്നുള്ളതിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് റാപ്പ് ചെയ്തത്. ഓക്കെ, ഫ്രീഡം. എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ വാക്ക്, എൻ്റെ നോക്ക്, എൻ്റെ രീതി. എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ സ്റ്റൈൽ. എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ ഫ്രീഡം. നാട്ടിൽ നടക്കുന്ന കഥയാണേ കഷ്ടം, എന്നെ കൂട്ടിലാക്കാൻ നോക്കി ഓരോ കഥകളും കഷ്ടം. എന്നെ പോലുള്ള ഒരു കൂട്ടത്തിനെ കൂട്ടാൻ എനിക്കിഷ്ടം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ കൂട്ടാൻ എനിക്കിഷ്ടം. എൻ്റെ ഹൈറ്റും എൻ്റെ ഹിൽസും എൻ്റെ ഇഷ്ടം, എൻ്റെ നടത്തം നേരാക്കാൻ ആൾക്കൂട്ടം. എന്നെ പാട്ടിലാക്കാൻ നോക്കി പിന്നെ കൂട്ടിലാക്കാൻ നോക്കി, അവർ പാടുപെടുന്നതും ഒരു രസം. ഒരു അക്ഷയവാസ്യമുണ്ട് ശരിക്കും. അക്ഷയവാസ്യം ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള സറ്റയറൊക്കെ കൂടിയതാ, ഭയങ്കര പൊളിറ്റിക്കലാ. കുഞ്ചൻ നമ്പ്യാരുടെ പോലെ ഒരു പരിഹാസമുണ്ട്. പരിഹസിച്ച് പവിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഇതിലേക്ക് നടന്നു കയറാനാവട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അച്ഛനും മകൾക്കും. സന്തോഷം. താങ്ക് യു സോ മച്ച്. എൻ കുഞ്ഞുറങ്ങുകൻ പൊൻകുഞ്ഞുറങ്ങിടോ, എൻ കുഞ്ഞുറങ്ങുകൻ തങ്കം ഉറങ്ങിടോ. ചാഞ്ചക്കം ചാഞ്ചാടി കൊഞ്ചി കുഴഞ്ഞാടി